പനച്ചിക്കാടമരുന്ന സരസ്വതി അടിയന്റെ മനസ്സൊരു മാനസ സരസാകേണം. പനച്ചിക്കാടമരുന്ന സരസ്വതി അടിയന്റെ മനസ്സൊരു മാനസ സരസാകേണം. കരതളിരണിയുന്ന വരവീണ വഴിയുന്ന സ്വരധാരയതിലും ലയമാകേണം. സ്വരധാരയതിലും ലയമാകേണം. പനച്ചിക്കാടമരുന്ന സരസ്വതി. കലകളുടെയും അതുപോലെ തന്നെ ആരാധനയുടെയും വിജയത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ ഉത്സവമാണ് നവരാത്രി. ആദിപരാശക്തിയെ 3 ഭാവങ്ങളിലായി ആരാധിക്കുന്ന നവരാത്രി ഈ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്ര സന്നിധാനത്തിൽ ഒക്ടോബർ 2 മുതൽ 13 വരെ ആഘോഷിക്കുന്ന നവരാത്രി ഉത്സവം തത്സമയം നിങ്ങളിലേക്ക് ദൃശ്യചാരുതയും അതുപോലെ തന്നെ ഐതിഹ്യ പെരുമകളും പ്രസക്തമായ ഭാഗങ്ങളും ഒട്ടും അതിൻ്റെ തനിമ ചോർന്നു പോകാതെ ക്ഷേത്ര മീഡിയ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, മൂകാംബിക എന്നറിയപ്പെടുന്ന ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ഭഗവതി 51 അക്ഷരങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സരസ്വതി വിലാസമാണ്. ആ വിലാസത്തെ ജ്ഞാനപ്രകാശത്തിലൂടെ തമസിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും അറിവിലേക്ക് ജ്ഞാനത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുന്ന മാനവരാശിയെ നയിക്കുന്ന മഹത്തായ നവരാത്രി ഉത്സവത്തിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ഷേത്ര സന്നിധാനത്തിൻ്റെ മഹത്വങ്ങളെ നമുക്കറിയാം. പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്ര സന്നിധാനത്തിലാണ്. വളരെയധികം പ്രശസ്തവും അതുപോലെ തന്നെ ഉത്കൃഷ്ടവുമായ പരിഭാവനത കൊണ്ട് നിറയുന്ന ഒരു ക്ഷേത്ര സന്നിധാനമാണ് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. നവരാത്രി ഉത്സവങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകർക്കും ഭക്തമാനസങ്ങൾക്കും ഭഗവതിയുടെ കൃപാകടാക്ഷം വളരെയധികം അനസ്യൂതം പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്ര സന്നിധാനം. ഇത്തവണ അത്യധികം പൂർവാധികം വളരെ വിശേഷാത്മകമായി തന്നെയാണ് നവരാത്രി ആഘോഷം കൊണ്ടാടുന്നത്. ആയതിൻ്റെ വിശേഷങ്ങളിലേക്കും ഒപ്പം തന്നെ ഈ മഹാസന്നിധാനത്തിൻ്റെ മഹിമാവിലാസങ്ങളിലേക്കും ഒരിത്തിരി വെട്ടം പകരുകയാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്നത് ആരാധ്യനായ കൈമുക്കുമന KV ശ്രീകുമാർ നമ്പൂതിരിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറാണ് അദ്ദേഹം. ഒപ്പം തന്നെ ഈ ക്ഷേത്ര കാര്യങ്ങളിൽ വളരെ ബദ്ധശ്രദ്ധനായിട്ടുള്ള അദ്ദേഹത്തിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മഹിമാവിലാസങ്ങളെക്കുറിച്ചും മറ്റു വിശേഷങ്ങളെക്കുറിച്ചും അറിയാം. നമസ്തേ. അറിയപ്പെടുന്ന കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, ഭഗവതി വിഷ്ണുവിനോട് ചേർന്ന് അതുപോലെ തന്നെ പരിവാര സമേതങ്ങളായിട്ടുള്ള ചൈത്യങ്ങളോടൊപ്പം വാഴുന്ന ഒരു മഹാസന്നിധാനം. ഇവിടെ കൃത്യമായി ആഘോഷിച്ചു വരുന്ന ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് നവരാത്രി വിശേഷം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മഹിമയെക്കുറിച്ച് ചുരുക്കം, ഒപ്പം തന്നെ നമ്മൾ ഈ നവരാത്രി ആഘോഷം എപ്രകാരമാണ് ഇത്തവണ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് സംസാരിക്കാം. സരസ്വതി നമഃ. നമോ നാരായണായ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈ വർഷവും നവരാത്രി കാലം ഇപ്പം സമാഗതമായിരിക്കുകയാണ്. അതിനു മുമ്പ് ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ഈ സരസ്വതി ക്ഷേത്രം ഐതിഹ്യമാലയിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള കഥകളൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് അഭയമരുളുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത്. അത് എല്ലാവർക്കും അറിയാം. കൊല്ലൂർ മൂകാംബികയുടെ ദേവി തെക്കിങ്ങ് പനച്ചിക്കാട് വന്ന് സരസിൽ കുടികൊള്ളുന്നതുകൊണ്ടാണ് ദക്ഷിണ മൂകാംബിക എന്നത് അറിയപ്പെടുന്നത്. വളരെ വിശേഷമായിട്ടുള്ള ഐതിഹ്യങ്ങളുമൊക്കെ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വർഷത്തെ നവരാത്രി വിശേഷങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായും ഈ വർഷം നവരാത്രി ആശ്വിന ശുക്ലപക്ഷത്തിലെ പ്രതിപദം ഒക്ടോബർ മാസം 3-ാം തീയതിയാണ്. 2024 ഒക്ടോബർ 3-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ശരിക്കും നവരാത്രി കാലം. എന്നാൽ നമ്മൾ പനച്ചിക്കാട് ഇവിടെ ദക്ഷിണ മൂകാംബികയിൽ ഒക്ടോബർ 2-ന് ആരംഭിക്കും.
ഒക്ടോബർ 2-ന്. കാരണം ഇവിടെ ദേവിയുടെ വിദ്യോപാസകരും കലോപാസകരുമായിട്ടുള്ള അവർക്ക് അവരുടെ ആശ്രയ കേന്ദ്രമായതുകൊണ്ട് ശാസ്ത്രീയ നൃത്തങ്ങളും ശാസ്ത്രീയ സംഗീതങ്ങളൊക്കെ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അനവധി ആൾക്കാരാണ് ഇവിടെ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. അപ്പം ഈ നവരാത്രി കാലം കൊണ്ട് തികയാതെ വരുന്നത് കൊണ്ട് ഒരു ദിവസം കൂടി കൂടുതൽ എന്നിട്ടും മതി വരുന്നില്ല സമയം. എങ്കിലും നമ്മൾ ഉത്സവം നടത്തുന്നതിനൊക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഒക്ടോബർ 2-ന് നമ്മൾ ഈ നവരാത്രി ആരംഭിക്കും. ഒക്ടോബർ 2-ാം തീയതി രാവിലെ നവരാത്രി കലാമണ്ഡപത്തിൽ തിരിതെളിഞ്ഞാൽ വിജയദശമി തീരുന്നവരെ ഏകദേശം 24 മണിക്കൂർ സമയം തന്നെ താളമേളലയങ്ങളുടെ ഒരു ഉത്സവം, ഒരു സംഗീത നൃത്ത ഉത്സവം ഇവിടെ അരങ്ങേറുകയാണ്. കലകളുടെ ഉത്സവം. അതേപോലെ തന്നെ നവരാത്രി പൂജകൾക്ക് പ്രാധാന്യം നൽകുന്ന ക്ഷേത്രം കൂടി ആയതുകൊണ്ട് പൂജയും മറ്റ് ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഉന്നതി നൽകുന്ന, വളരെയധികം ശ്രേഷ്ഠമായ പൂജകളൊക്കെ നടക്കുന്ന ഒരു നവരാത്രി കാലം ഒക്ടോബർ 2 മുതൽ 13 വരെയാണ്. 13-ാം തീയതി വിജയദശമി. കുരുന്നുകളുടെ 10,000-കണക്കിന് കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം എഴുതിക്കൊണ്ട് ആ ഉത്സവത്തിൻ്റെ സമാപനം ഉണ്ടാകുകയും ചെയ്യും. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ തയ്യാറെടുപ്പുകളൊക്കെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ, സൗജന്യ പാർക്കിംഗ് സൗകര്യങ്ങൾ, അതേപോലെ തന്നെ നവരാത്രി കലാമണ്ഡപത്തിൽ കലോപാസകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും, വരുന്ന ഭക്തജനങ്ങൾക്ക് അധികം കഷ്ടപ്പെടാണ്ട് ദർശനം കഴിച്ച് വേഗം തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ പലവിധ സൗകര്യങ്ങളും ക്ഷേത്രം ഊരാൺമക്കാരുടെയും പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ ചെയ്യാനുള്ള അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ഭക്തജനങ്ങളെയും പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.